ഹായ് ഗൈസ്. സോ നമ്മൾ ഇപ്പോഴത്തെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഗോത്രൂ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ അതിനെ 3 സെക്ഷനായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ജാവാസ്ക്രിപ്റ്റിനെ. ലൈക്ക് നമ്മുടെ ഈ കോഴ്സിന് നമ്മൾ എന്താ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഈ കോഴ്സിൻ്റെ ഈ സീരീസിന് ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് സീരീസിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് 3 ഡിഫറെൻറ്റ് പോർഷനായിട്ട്. ഒന്നാമത്തെ കോർ ബേസിക്സ് എന്ന് പറയും, രണ്ടാമത്തെ ബിൽഡിംഗ് സ്ട്രോങ് ഫൗണ്ടേഷൻ എന്ന് പറയും, പിന്നെ മൂന്നാമത്തെ അഡ്വാൻസ് കൺസെപ്റ്റാണ്. സോ കോർ ബേസിക്സ് നിങ്ങൾ എന്ത് സബ്സ്ക്രിപ്ഷനിൽ മിനിമം ജാവാസ്ക്രിപ്റ്റ് പഠിക്കുകയാണെങ്കിൽ കോർ ബേസിക്സ് ഫുൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. അതിൻ്റെ നന്നായി പഠിച്ചിരിക്കാൻ വേണം. കോർ എന്താ ലൈക്ക് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നന്നായിട്ട് കോർ ബേസിക്സ് ഫുള്ളായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ എന്താ പറയുക ബിൽഡിങ് സ്ട്രോങ് ഫൗണ്ടേഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഫേസാണ്. അത് വർക്ക് ചെയ്യുന്നത് ഈ കോർ ബേസിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ്. പിന്നെ അഡ്വാൻസ് കൺസെപ്റ്റ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ടോപ്പ് ലെവലാണ് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്മെൻറ്റ്. ലൈക്ക് നിങ്ങൾക്ക് നല്ല ഡെവലപ്പർ ആവും, ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പർ ആവാൻ പറ്റും. ഇൻ്റർവ്യൂസൊക്കെ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും പഠിച്ചു കഴിഞ്ഞാൽ. ആ ഒരു ലെവലാണ് ആക്ച്വലി അഡ്വാൻസ് കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, സോ കോറിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക്സും സിൻടാക്സൊക്കെയാണ് നമ്മൾ കൂടുതൽ പറയുക. പിന്നെ ഡീബഗിങ് നമ്മൾ പറയും, പിന്നെ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എല്ലാം ഇഫ് ലൂപ്പ് അതൊക്കെ നമ്മൾ ഗോത്രൂ ചെയ്യുന്നതാണ്. സിൻടാക്സും എങ്ങനെ എഴുതാന്നുള്ളതൊക്കെ. പിന്നെ ഡോം ബേസിക്സ് നമ്മൾ പോകുന്നു. ഡോം എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റ് ഒബ്ജക്റ്റ് മോഡലാണ്, ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെയാണത്. സോ അതൊക്കെ ഭയങ്കര ബേസിക് കാര്യങ്ങളാണ്, അതൊക്കെ നമ്മൾ ഗോത്രൂ ചെയ്യും. പിന്നെ അറേയും ഒബ്ജക്ട്സുമായിട്ട് ഒബ്ജക്ട്സ് ഒക്കെ ഗോത്രൂ ചെയ്യും. ബിൽഡിംഗ് സ്ട്രോങ് ഫൗണ്ടേഷൻ കുറച്ചുകൂടി അഡ്വാൻസ് വരും. ലൈക്ക് ക്ലാസ് മൂവ്സ് ഒക്കെ നമ്മൾ ഗോത്രൂ ചെയ്യും. പ്രോട്ടോടൈപ്സ് എന്താണെന്ന് പറയും. പിന്നെ ബ്രൗസർ APIs ഇവൻറ്റ്സ് അസിൻക്രോണസ് കോഡ് അതൊക്കെ എന്താണെന്നൊക്കെ നമ്മൾ ഗോത്രൂ ചെയ്യും. ഓക്കെ, അത് സ്ട്രോങ് ഫൗണ്ടേഷനിൽ. അഡ്വാൻസ് കൺസെപ്റ്റ് ഭയങ്കര ലൈക്ക് ഇത്തിരി തേർഡ് പാർട്ടി ലൈബ്രറീസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഗോത്രൂ ചെയ്യുന്നുണ്ടാവുക. അത് വെബ് പാക്ക്, ബാബൽ ബേസിക്കലി. പിന്നെ ബ്രൗസർ സ്റ്റോറേജ് എന്താണ്, ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്ക്സ് എന്താണ്, പിന്നെ നോട്ട്.js ചെറിയ ഇൻട്രൊഡക്ഷനും അതിൻ്റെ സെക്യൂരിറ്റി ഡിപ്ലോയ്മെൻറ്റും പിന്നെ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷനും അതിൻ്റെ മെമ്മറി ലീപ്സും എല്ലാം കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളൊന്ന് ഗോത്രൂ ചെയ്യും. സോ ഇത് മുഴുവൻ അഡ്വാൻസ് കൺസെപ്റ്റ് വരെ നിങ്ങൾ ഗോത്രൂ ചെയ്ത് അസലായിട്ട് നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇൻ്റർവ്യൂസൊക്കെ ജാവാസ്ക്രിപ്റ്റിൽ എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും. അത് 100% ഷുവറാണ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ തുടങ്ങാം. ഈ ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഡിഫറൻസ് ഒന്ന് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, സോ ജാവ ആൻഡ് ജാവാസ്ക്രിപ്റ്റ് ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഈവൻ സിൻടാക്സിലും പ്രിൻസിപ്പിൾസിലടക്കം നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, അവർ കോമൺ ആയിട്ട് ഒന്നുമില്ല എന്ന് പറയാം എക്സെപ്റ്റ് ദെയർ നെയിം. ലൈക്ക് ജാവാസ്ക്രിപ്റ്റിൽ ജാവ എന്ന് മാത്രമേ നെയിം മാത്രമേ കോമൺ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നും അവർ തമ്മിൽ കോമൺ ഇല്ല. ജാവാസ്ക്രിപ്റ്റ്സ് നമ്മൾ പറഞ്ഞതിന് മുമ്പ് ബ്രൗസറിൽ റൺ ചെയ്യാൻ പറ്റുന്നുള്ളത്, പ്ലസ് അതർ എൻവയോൺമെൻറ്റ് ഇപ്പോൾ റൺ ചെയ്യാൻ പറ്റും. Node.js ഒക്കെ പോലെ നമുക്ക് അത് എടുത്തിട്ട് എൻജിൻ പുറത്തേക്ക് എടുത്തിട്ട് Node.jsലൊക്കെ പോലെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും. പക്ഷേ ജാവയിൽ അത് പറ്റില്ല. ജാവയിൽ ബ്രൗസറിൽ റൺ ചെയ്യാൻ പറ്റില്ല. അതൊരു ബാക്ക് എൻഡ് ലാംഗ്വേജ് ആണ്, അത് സർവർ സൈഡ് എന്ന് പറയാം, ലാംഗ്വേജ് ആണെന്ന് പറയാം. ഓക്കെ, പിന്നെ ജാവ സ്ട്രിക്ട്ലി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അവർ അതിൽ ഭയങ്കര സ്ട്രോങ്ലി ടൈപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളൊരു സംഭവം ഡിഫൈൻ ചെയ്യുമ്പോൾ ഡാറ്റ എന്ത് ഡാറ്റ കണ്ടെയ്നറിലാണ് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്നുള്ളത് ജാവയിലൊക്കെ മെൻഷൻ ചെയ്യണം. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൽ അത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. നമുക്കങ്ങനെ മെൻഷൻ ചെയ്യേണ്ടത് വീക്ക്ലി ടൈപ്പും കൂടിയാണ്. ലൈക്ക് എന്താ പറയുക, നമ്മൾ മുമ്പ് കവർ ചെയ്തു എന്താണ് വീക്ക്ലി ടൈപ്പ് എന്നുള്ളതൊക്കെ. വേരിയബിൾസൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. പിന്നെ മാറ്റാൻ വേണമെങ്കിൽ ഇൻഡിയൻ സ്ട്രിംഗ് ആക്കി മാറ്റാം, സെയിം വേരിയബിൾ. അതൊക്കെ ജാവാസ്ക്രിപ്റ്റിൽ പോസിബിളാണ്. ഭയങ്കര വീക്ക്ലി ടൈപ്പാണ്. പിന്നെ മെയിൻ പോയിന്റ് നിങ്ങൾ ഓർക്കണം, ജാവ ബ്രൗസറിൽ റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്, പക്ഷേ ജാവാസ്ക്രിപ്റ്റ് ബ്രൗസറിൽ റൺ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഗോത്രൂ ചെയ്യാം ക്ലയൻറ്റ് സൈഡും സർവർ സൈഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. എന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിസിൽ. സോ ക്ലയൻറ്റ് സൈഡ് നമ്മൾ പറഞ്ഞു ബ്രൗസറിൽ റൺ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഓക്കെ, പക്ഷേ സർവർ സൈഡിൽ നമുക്ക് ബ്രൗസറിലല്ല, അതൊരു ഇൻഡിപെൻഡൻറ്റ് എന്താ പറയുക ഒരു എൻവയോൺമെൻ്റ് ആണ്. പുറത്തേക്ക് വേറെ മെഷീനിലേക്ക് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അത് Node.js എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പോൾ സോ ക്ലയൻറ്റ് സൈഡിലാണ് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഒറിജിൻ ഉണ്ടായത്. ഓക്കെ, സോ പിന്നെ ഓരോ ബ്രൗസറും അവരുടേതായ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ എൻജിൻസ് ഉണ്ട്. നമ്മുടെ ക്രോമിൽ V8 എഞ്ചിൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. ലൈക്ക് ഫയർഫോക്സിന് മുമ്പ് നമ്മൾ പറഞ്ഞത് ഏത് എഞ്ചിനാണ് യൂസ് ചെയ്തതെന്നൊക്കെ ഉള്ളത്. സോ അതൊക്കെ ഓരോ ബ്രൗസറിനും അവരുടേതായ ഡീഫോൾട്ട് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ എൻജിൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ബ്രൗസർ സൈഡിൽ എന്താ അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ലൊക്കേഷൻ ബ്രൗസർ APIs ഉണ്ട് കുറച്ച്, അത് ആക്സസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എനിക്ക് കറസ്പോണ്ടിങ് ഇപ്പോൾ ലൊക്കേഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കോർഡിനേറ്റ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് കോർഡിനേറ്റ്സ് ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ആ കോർഡിനേറ്റ്സ് വെച്ചിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ലൊക്കേഷൻസ് ഒക്കെ കിട്ടും. അത് ബ്രൗസർ ഇൻബിൽറ്റ് APIs കുറച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ക്ലയൻറ്റ് സൈഡിൽ. ഇനി സർവർ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞു അത് ഔട്ട്സൈഡ് ബ്രൗസറിലാണ്. പിന്നെ പക്ഷേ കോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സംഭവം.
ഒരു ഇൻഡിപെൻഡൻറ്റ് മെഷീൻ സ്റ്റാൻഡേർഡ് മെഷീൻ പോലെ വെച്ചിട്ട് നോഡൊക്കെ വെച്ചിട്ട് നമുക്ക് എൻവയോൺമെൻറ്റ് ഉള്ളത് അവിടെ വെച്ച് നമുക്ക് കോഡ് റൺ ചെയ്യാൻ പറ്റും. പിന്നെ മുമ്പ് പറഞ്ഞു അവർ മുമ്പ് എന്താ ചെയ്തെന്ന് വെച്ചാൽ V8 എഞ്ചിൻ എക്സ്ട്രാക്ട് ചെയ്തിട്ടിട്ട് അങ്ങനെയാണ് നോഡ് ജേസ് റൺ ചെയ്യുന്നത്, ഇൻറ്റേർണലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒബ്വിയസ്ലി നോൺ ബ്രൗസർ APIs ഒന്നും വർക്കാവില്ല ഇതിൽ, കാരണം ബ്രൗസർ APIs വർക്കാവില്ല, ബ്രൗസറിലല്ലല്ലോ, സർവർ സൈഡല്ലേ. സോ നോൺ ബ്രൗസർ APIs ഓൾറെഡി അതിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്കൊരു HTTP റിക്വസ്റ്റ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും, നമുക്ക് ക്ലയൻറ്റിൽ നിന്ന് പാസ് ചെയ്യുന്ന HTTP റിക്വസ്റ്റ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, പിന്നെ ഫയൽ സിസ്റ്റം ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും സർവർ സൈഡിൽ. സോ അങ്ങനത്തെ അഡ്വാൻറ്റേജസും കുറച്ചുണ്ട് ആക്ച്വലി. ഓക്കെ, പക്ഷേ ഇത് രണ്ടും തമ്മിൽ നമ്മൾ എന്താ നോക്കിക്കഴിഞ്ഞാൽ കോൺസെപ്റ്റ്സും സിൻടാക്സും കോർ ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ്. സോ ക്ലയൻറ്റ് സൈഡും സർവർ സൈഡും നമുക്ക് എന്താ പറയുക, ഇപ്പം നിങ്ങൾ സർവർ സൈഡ് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലയൻറ്റ് സൈഡിൽ കോർ കൺസെപ്റ്റ്സ് ഒക്കെ തറയാൽ മാത്രമേ സർവർ സൈഡിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഈ സിൻടാക്സ് കൺസെപ്റ്റ്സ് ഫീച്ചേഴ്സൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ആക്ച്വലി നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ കുറേ നമ്മൾ ഇൻബിൽട്ടായിട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരുന്നുണ്ട് ആക്ച്വലി എന്താണ് പർട്ടിക്കുലർ ഫീച്ചേഴ്സ് എന്താണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ എന്നുള്ളത് നമ്മൾ ഗോത്രൂ ചെയ്തിട്ട്. സോ അതൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ സർവർ സൈഡിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായി വരുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഗോത്രൂ ചെയ്യാം. ജാവാസ്ക്രിപ്റ്റിൻ്റെ തന്നെയാണ് ഇത്, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒറിജിനാണ് ക്ലയൻറ്റ് സൈഡിൽ. ഓക്കെ, പിന്നെ ബ്രൗസറിൽ ജാവാസ്ക്രിപ്റ്റിന് ഓൾട്ടർനേറ്റീവായിട്ട് കറൻ്റ്ലി വേറെ ഒന്നുമില്ല, അതിന് ജാവാസ്ക്രിപ്റ്റ് മാത്രമേ ഉള്ളൂ ബ്രൗസറിൽ റൺ ചെയ്യാനായിട്ട്. സോ അതാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡിമാൻഡ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ നോഡ് ജേസ് ആണെങ്കിലും സെയിം സിൻടാക്സ് തന്നെയാണ് നോഡ് ജേസ് യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നോഡ് ജേസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, പിന്നെ അത് അത്യാവശ്യം ഒരു ഫണ്ണായിരിക്കും ഇത് പഠിക്കാനായിട്ട്. പിന്നെ UI വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള UI ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇത്തിരി ഫണ്ണായിട്ട് തോന്നുമായിരിക്കും ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇത് പഠിച്ചൊക്കെ വരുമ്പോൾ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ലോട്ട്, ബൈ.